ഹലോ അസ്സാം വലൈക്കും. കുറേ നാളായില്ലേ കണ്ടിട്ട്. ഇപ്പോൾ ഞാൻ 3:30-ക്ക് എണീറ്റിരിക്കുകയാണ് ഗൈസ്. 3:30-ക്ക് 3:45-ന് അലാറം വെച്ചിട്ട് 3:30-ക്ക് എണീറ്റിരിക്കുകയാണ്. കുറച്ച് നേരത്തെ എണീറ്റു. കാരണം എന്ന് വെച്ചാൽ എന്തോ കിടന്നാൽ ചിലപ്പോൾ ഇനി കിടന്നു പോകും. അത്താഴം കുടിക്കാൻ വേണ്ടി എണീക്കില്ല. ഇപ്പോൾ നോമ്പിന് അത്താഴം കുടിക്കാൻ വേണ്ടി എണീറ്റിരിക്കുന്നത് കൊണ്ട് ഞാൻ വിചാരിച്ച് ഒരു വീഡിയോ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത്. വേറെ ഒന്നുമില്ല, വലിയ ഇതൊന്നുമില്ല. അപ്പത്തിൻ്റെ മാവുണ്ട്, അപ്പം ചുടണം. പിന്നെ മുട്ടക്കറി ഓൾറെഡി ഞാൻ നോമ്പ് മുറിച്ച സമയത്ത് മുട്ടക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മുട്ടക്കറി ഓൾറെഡി ആ സമയത്ത് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി ഓൾറെഡി ഇരിപ്പുണ്ട്. അപ്പോൾ അതായി. പിന്നെ ഒരു കട്ടൻ വിടണം. ഇത്രയാണ് എൻ്റെ അത്തായം. ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഇനി കൂടുതൽ സാധനങ്ങളൊന്നും എനിക്ക് ഉണ്ടാക്കി കളയാൻ എന്നെ കൊണ്ട് പറ്റില്ല. കാരണം എനിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക, എന്തെങ്കിലും കഴിക്കുക, അത്രയൊക്കെ തന്നെയാണ് എൻ്റെത്. എനിക്കല്ല ഇന്നത് വേണം അല്ല എന്നത് വേണമെന്നില്ല. പിന്നെ കുറച്ച് തടിയും കൂടെ കൂടുന്നുണ്ട്. അപ്പോൾ തടിയും കൂടെ എനിക്ക് കുറയ്ക്കണമെന്നുണ്ട്. ഈ റമളാൻ മാസത്തിൽ തടി കുറയുമെന്നാണ് എൻ്റെ വിചാരിക്കുന്നത്. പക്ഷേ പടച്ചോനറിയാം. അങ്ങനെ അപ്പം ഞാൻ വിചാരിച്ച ഒരു വീഡിയോ ഒക്കെ ചെയ്യാം. കുറേ നാളായി ഒരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇനിയും മുടങ്ങാതെ എല്ലാ ദിവസവും വീഡിയോ ഒക്കെ ചെയ്യണം എന്നാണ് എൻ്റെ മനസ്സിലുള്ളത്. പക്ഷേ ഇൻഷാ അള്ളാ ചെയ്യണമെന്നാണ് മനസ്സിലുള്ളത്. പക്ഷേ മടി ഒന്നൊരു സാധനം എൻ്റെ ഉള്ളത് കൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇടത്തരം കഴിക്കാൻ പോകുന്ന ഇതാണ് അപ്പവും മുട്ടക്കറിയും കട്ടനുമാണ്. അത് ഉണ്ടാക്കുന്നത് എന്തായാലും ഞാൻ കാണിക്കുന്നില്ല. കഴിക്കുന്ന സമയത്ത് എന്തായാലും കാണിക്കാം. ഓക്കെ. ഞാൻ പറഞ്ഞതുപോലെ അപ്പവും കട്ടൻ ഞാൻ ഇരുന്നത് കട്ടനും ചൂട് അപ്പമാണ്. കട്ടനുണ്ട്. മുട്ടക്കറി ഇവിടെ ഓൾറെഡി ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, മുട്ടക്കറി ഓൾറെഡി ഞാൻ നോമ്പ് മുറിച്ച സമയത്ത് ഉണ്ടാക്കി വെച്ചതുകൊണ്ട് അത് ഇപ്പോഴും എനിക്ക് എടുക്കാൻ പറ്റുന്നതുകൊണ്ട് അപ്പോൾ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഒരു മുട്ട ഞാൻ അപ്പോൾ കഴിച്ചു. ഇപ്പോൾ ഇടത്താണ് കഴിക്കാൻ വേണ്ടി ഒരു മുട്ട ബാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്താ നിങ്ങൾ ചോദിക്കുള്ളൂ. ഇത് ഞാൻ ചിക്കൻ കറിയാണ്. ഇത് ചിക്കൻ്റെ കുറച്ച് ഗ്രേവി, അത് ഉണ്ടാക്കിയ ചിക്കൻ്റെ കുറച്ച് ഗ്രേവിയും കൂടി ഉണ്ട്. അപ്പോൾ ഇത്രയാണ്. കട്ടനുണ്ട്, വെള്ളം എടുത്ത് കുപ്പിയിൽ വെച്ചിട്ടുണ്ട്. കഴിക്കാം. അപ്പോൾ എന്തായാലും കഴിക്കാം അല്ലേ. ടൈം ഉണ്ട്, എന്നാലും കഴിക്കാം. കട്ടൻ കുടിക്കാം ഫസ്റ്റ്. നിങ്ങളൊക്കെ ഇങ്ങനെ ഊതിയിട്ട് ചായ കട്ടനൊക്കെ കുടിക്കില്ല. എനിക്ക് വണ്ടിയുള്ളത്, ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. സോ നമ്മൾ ഇടത്താണ്ടും കുടിക്കുമ്പോൾ അല്ലെങ്കിലും നമ്മൾ ആ ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് ഒറ്റ കഴിക്കുന്നതിനേക്കാൾ ആരെങ്കിലും കൂടെ ഉണ്ടാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി അത് കഴിക്കാനും ഫുഡുകൾ ഉണ്ടാക്കാനൊക്കെ ഒരു ത്രില്ലായിരിക്കും. പക്ഷേ എനിക്കിത് ഒറ്റയ്ക്ക് ആയതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ അത്താഴം കുടിച്ചില്ലെങ്കിലും ചിലപ്പോൾ ഞാൻ നോമ്പെടുക്കാറുണ്ട്. ചില സമയത്ത് ഞാൻ മടി പിടിച്ച് എണീക്കില്ല. സീരിയസ്ലി പറയാം, മടി പിടിച്ച് ഞാൻ എണീക്കില്ല. കാരണം ഒറ്റയ്ക്കല്ലേ, എന്തിനാണ് ഒറ്റയ്ക്ക് എണീച്ച് എന്തൊക്കെ ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ച് ഞാൻ മുഖ്യ ദിവസവും ഞാൻ അത്താഴം കുടിക്കാൻ നോമ്പ് പിടിക്കാറുണ്ട്. അത് ശരിയല്ലെന്ന് എനിക്കറിയാം. പക്ഷേ എന്നാലും അങ്ങനെയുണ്ട്. ഒറ്റയ്ക്കായതുകൊണ്ട് മാത്രമാണ്. നിങ്ങളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടോ? ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാർ അങ്ങനെ ചെയ്യാറുണ്ടോ? അപ്പോൾ ഇത് കുഞ്ഞൊരു വീഡിയോ ആണ്. പഴയതുപോലെ വീഡിയോ ഒക്കെ എല്ലാ ദിവസവും ഇടണമെന്നൊക്കെ വളരെ ആഗ്രഹമുണ്ട്. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് വീഡിയോ ചെയ്യാൻ വിചാരിച്ചത്. നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്ന് വിചാരിച്ച്. ടാറ്റാ, വീണ്ടും കാണാം.